2 ദിനവൃത്താന്തം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. രെഹബെയാമിനെ രാജാവാക്കേണ്ടതിന് ഇസ്രയേലെല്ലാം ശേഖേമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. എന്നാൽ ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിസ്രയീമിൽ പാർത്തിരുന്ന നെബാത്തിന്റെ മകനായ യൊരോബെയാം അത് കേട്ടിട്ട് മിസ്രയീമിൽ നിന്നു മടങ്ങിവന്നു. അവർ ആളയച്ചു അവനെ വിളിപ്പിച്ചു. യൊരോബെയാമും എല്ലാ ഇസ്രയേലും വന്നു രെഹബെയാമിനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. ആകയാൽ നിന്റെ അപ്പന്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരേണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അവൻ അവരോട് 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവീനെന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. രെഹബെയാം രാജാവ് തന്റെ അപ്പനായ ശലോമോൻ ജീവനോടിരിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു. ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു. അതിനു അവർ അവനോട്, നീ ജനത്തോട് ദയ കാണിച്ചു അവരെ പ്രസാദിപ്പിച്ചു. അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു. തന്നോടുകൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു. നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നുകം ഭാരം കുറച്ചു തരേണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു. അവനോടുകൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നീ അത് ഭാരം കുറച്ചു തരേണം എന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട്, എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ നിങ്ങളെ തേളിനെക്കൊണ്ട് ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു. 3-ാം ദിവസം വീണ്ടും എന്റെ അടുക്കൽ വരുവീനെന്ന് രാജാവ് പറഞ്ഞതുപോലെ യൊരോബെയാമും സകല ജനവും 3-ാം ദിവസം രെഹബെയാമിന്റെ അടുക്കൽ വന്നു. എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു. രെഹബെയാം രാജാവ് വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചു. യൗവനക്കാരുടെ ആലോചന പ്രകാരം അവരോട്, എന്റെ അപ്പൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാനോ അതിന് ഭാരം കൂട്ടും. എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളിനെക്കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശിലോന്യനായ അഹിയ മുഖാന്തരം നെബാത്തിന്റെ മകനായ യൊരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു. രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ല എന്ന് എല്ലാ ഇസ്രയേലും കണ്ടപ്പോൾ ജനം രാജാവിനോട്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ? യിശായിയുടെ പുത്രങ്കൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രയേലെ, ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിലേക്ക് പോയിക്കൊള്ളുവീൻ. ദാവീദേ, നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്നുത്തരം പറഞ്ഞു. ഇസ്രയേലൊക്കെയും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രയേല്യർക്കോ രെഹബെയാം രാജാവായി തീർന്നു. പിന്നെ രെഹബെയാം രാജാവ് ഊഴിയവേലയ്ക്ക് മേൽവിചാരകനായ ഹദോരാമിനെ അയച്ചു. എന്നാൽ ഇസ്രയേല്യർ അവനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. രെഹബെയാം രാജാവ് വേഗത്തിൽ രഥം കയറി യെരുശലേമിലേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഇസ്രയേൽ ഇന്നുവരെ ദാവീദ് ഗ്രഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു.